കെ.ജി. ശങ്കരപ്പിള്ളയുടെ ബംഗാളിൽ നിന്ന് ഒരു വാർത്തയുമില്ല, ബംഗാളിൽ നിന്ന് മാത്രം യാതൊന്നും അറിയുന്നില്ല, യാതൊന്നും ഒന്നും എന്ന് ആരംഭിക്കുന്ന കവിത പ്രസിദ്ധീകരിച്ചത് 1973 അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു കവിതയുടെ പശ്ചാത്തലം. വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അപര്യാപ്തത കാരണം വന്നെത്താത്ത വാർത്തകളായിരുന്നില്ല, എത്തിയ വാർത്തകളിലെ പ്രക്ഷുബ്ധതയും ഭീകരാവസ്ഥയുമായിരുന്നു കവിതയുടെ പ്രതിപാദ്യം. ആ കാലം കടന്ന് ഇവിടെ എത്തുമ്പോൾ സംസ്ഥാന അതിർത്തികളിലൊന്നായ ബംഗാൾ ഉൾക്കടലിലെന്ന പോലെ കടലിരമ്പങ്ങളും ചുഴിമലരികളും പലതും നാം കണ്ടുകഴിഞ്ഞു. കോൺഗ്രസ് ഭരണത്തിന്റെ ഉയർച്ച താഴ്ചകളും പിന്നീട് ഇടതുഭരണത്തിന്റെ സമാനാവസ്ഥയും പിന്നിട്ടു. അതിനുശേഷം പുതുതായി രൂപപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആവിർഭാവവും ഉയർച്ച താഴ്ചകളും കണ്ടു. 15 വർഷം നീണ്ട TMC ഭരണത്തിന്റെ അന്ത്യം കുറിക്കപ്പെട്ട് മതേതര വിശ്വാസികളോ യഥാർത്ഥ രാജ്യസ്നേഹികളോ ഒരിക്കലും ആഗ്രഹിക്കാത്ത BJP ഭരണം ആരംഭിച്ചിരിക്കുന്ന ദശാസന്ധിയിലാണ് ഇപ്പോൾ ബംഗാൾ. ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബംഗാളിന്റെ ഭൂമികയാകെ അട്ടിമറിക്കുന്ന കാഴ്ചയും വാർത്തകളുമാണിപ്പോൾ. അതിന് പക്ഷേ പഴയ പലതിൻ്റെയും തനിയാവർത്തനത്തിൻ്റെയും ചൂടും ചൂരുമുണ്ട്, നിറവും ചുവയുമുണ്ട്. ജനവിധിയിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMC ഭരണത്തിന് അറുതിയുണ്ടായി. ജനാധിപത്യ മഹത്വം ഉയർത്തിപ്പിടിച്ചൊരു വോട്ടെടുപ്പായിരുന്നില്ല ബംഗാളിലും നടന്നത്. SIR എന്ന പ്രക്രിയയിലൂടെ നടത്തിയ അട്ടിമറി അവിടുത്തെ ഭരണമാറ്റത്തിൽ നിർണായക ഘടകമായി. പക്ഷേ 15 വർഷമായി സംസ്ഥാനം അടക്കിവാണ മമതാ ബാനർജിയുടെ ഭരണത്തോടുള്ള വ്യാപക അതൃപ്തിയും അതിലൊരു ഘടകമായിരുന്നു. അധികാരം, അഴിമതി, അടക്കിവാഴ്ച എന്നിവയായിരുന്നു TMC ഭരണത്തിന്റെ അടിസ്ഥാന പ്രമാണം. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലും ഭരണാവസരമുണ്ടായ സംസ്ഥാനങ്ങളിലും BJP പ്രയോഗിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളും കുൽസിത നീക്കങ്ങളും TMC പയറ്റി. BJPക്ക് എതിരാണെന്ന് പറയുമ്പോഴും തരാതരം പോലെയായിരുന്നു മമതയുടെ നിലപാടുകൾ. ദേശീയ തലത്തിൽ BJP വിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് വരുത്താൻ ശ്രമിക്കുമ്പോഴും ബംഗാളിൽ അതിന് ഘടകവിരുദ്ധമായ സമീപനം സ്വീകരിച്ചു. ഐക്യത്തിനു പകരം ഇടതുപക്ഷം ഉൾപ്പെടെ BJP ഇതര പാർട്ടികളെ വേട്ടയാടുന്നതിലും ദുർബലപ്പെടുത്തുന്നതിലുമായിരുന്നു അവരുടെ ശ്രദ്ധ. അതിലൂടെ BJP വേരുറപ്പിക്കുമെന്ന മുന്നറിയിപ്പ് ചെവിക്കൊള്ളാനോ ആ ഭീഷണി കാണാനോ അവർക്ക് സാധിച്ചില്ല. ഒരർത്ഥത്തിൽ TMCയുടെ പിറവിയിലും പിന്നീടുള്ള യാത്രയിലും മുഴുനീളം ഈ ചാഞ്ചാട്ടങ്ങൾ കാണാവുന്നതാണ്. പശ്ചിമ ബംഗാളിലെ ഇടതുഭരണത്തിനെതിരെ കലാപമുണ്ടാക്കുന്നതിന് കോൺഗ്രസിൽ നിന്ന് പിളർന്നിറങ്ങിയാണ് മമത TMC ഉണ്ടാക്കിയത്. അതാകട്ടെ മറ്റു പാർട്ടികളിൽ നിന്ന് അഭയം തേടിയെത്തിയവരെ ഉൾക്കൊണ്ടു. പ്രത്യേക സാഹചര്യത്തിൽ അധികാരം കിട്ടിയ TMC എതിരാളികളെ അടിച്ചമർത്തിയും വേട്ടയാടിയുമാണ് സ്വന്തം അടിത്തറ വിപുലപ്പെടുത്തിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആയുധമാക്കി ജനാധിപത്യം അട്ടിമറിച്ച് വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരം പിടിച്ച BJP ഇപ്പോൾ പയറ്റുന്നതും മമതയുടെ അതേ കുതന്ത്രങ്ങൾ തന്നെ. അതുകൊണ്ടുള്ള അസ്വസ്ഥ പ്രതിസന്ധിയാണ് TMC നേരിടുന്നത്. സർക്കാർ രൂപീകരിക്കുന്നതിൽ മാത്രം BJP ഒതുങ്ങിയില്ല. തൃണമൂൽ പാർട്ടിയെ വിഴുങ്ങാനാണ് അവർ ശ്രമിച്ചത്. TMCയുടെ പിറവിയും തുടർ പ്രവർത്തനങ്ങളും അതിന് സഹായകമായിരുന്നു എന്നതിനാൽ ഇതിന് BJPക്ക് കഠിനാധ്വാനം ആവശ്യമില്ലായിരുന്നു. സമീപ വർഷങ്ങളിൽ അധികാരത്തിന്റെ മധുരം ആസ്വദിച്ച് മാത്രമാണ് TMC നിലനിന്നത്. അതിനാൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂലിന്റെ അനുയായികൾക്ക് അതില്ലാത്ത അന്തരീക്ഷവുമായി വളരെ കാലം പിടിച്ചു നിൽക്കാനാകില്ലായിരുന്നു. അത് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ നടക്കുന്നു എന്ന് മാത്രം. അതിനിടയിൽ വിവിധ തന്ത്രങ്ങളിലൂടെയും ഭയപ്പെടുത്തലിലൂടെയും സാമ്പത്തിക ശക്തിയിലൂടെയും TMCയെ തകർത്ത് ഒരു സർക്കാർ ആശ്രിത പ്രതിപക്ഷ പാർട്ടി രൂപീകരിക്കാൻ പുറപ്പെട്ടു. TMC MLA-മാരിൽ 2/3 ഭാഗത്തെയും തങ്ങളുടെ വരുതിക്കു നിർത്താൻ അവർക്ക് സാധ്യമായി. ജനാധിപത്യപരമല്ലാത്തതും വ്യക്തി കേന്ദ്രീകൃതവുമായ ഒരു പാർട്ടിയിൽ ഇത് സാധാരണമാണ്. തത്വത്തിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു ഏകകക്ഷി സംവിധാനം ഉണ്ടാക്കാനാണ് BJP ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നതിനാൽ TMC വിമത വിഭാഗത്തിന് അധികനാൾ ആയുസ്സുണ്ടാകുമെന്ന് കരുതാനാകില്ല. എങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയെ തകർക്കാൻ മുൻകൈയെടുക്കുന്നതിലൂടെ പാർലമെന്ററി ജനാധിപത്യത്തെ സംബന്ധിച്ച് അപകടകരമായ സാഹചര്യമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബംഗാളിലെ ജനങ്ങൾക്ക് ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കാനുള്ളത്.